ഗുഡ് മോർണിംഗ്, മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണേ, ഒരു മോർണിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ചായക്ക് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് തിളച്ച് പൊടിയിട്ട് മാറ്റിയതിന് ശേഷം രണ്ടാമതാണ് ഞാൻ അതിൽ കൂടെ പാല് ചേർത്തല്ല ചെയ്യുന്നത്. ആദ്യം തേയിലയിട്ട് മാറ്റിയതിന് ശേഷമാണ് പാല് കാച്ചുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ചെയ്യണം. എന്നിട്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. ഞാനിവിടെ അരിമാവ് ഇട്ട് വെച്ചിട്ടുണ്ട്. അരിമാവ് ഒരു പാത്രത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള തട്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം, വലിയൊരു ഗ്ലാസ് നിറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് മാവ് വെള്ളവും കൂടെ ചേർന്ന് കുതിർന്ന് നല്ല നമുക്ക് പുട്ടിന് പരുവമായിട്ട് കിട്ടും. ഒരുപാട് നേരമായിട്ട് കുഴയ്ക്കണ്ട, ഇങ്ങനെ ഒഴിച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം പാല് തിളച്ചു, നമുക്ക് ചായ ഇടാമേ. ചായ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിക്സ് ചെയ്ത് ചായ ഇട്ടു. ഇന്ന് എനിക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അമ്മയ്ക്ക് ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് 7 മണിക്കാണ് പോകേണ്ടത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. ഞാനിവിടെ പുട്ടിന് പയറാണ്, പയറും പപ്പടമാണ് ഉണ്ടാക്കുന്നത്. പയർ ഇവിടെ ഇച്ചിരി ലൂസായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ റെഡിയായി വന്നു, മരുന്നെല്ലാം എടുത്ത് വെച്ച് കൊണ്ടുപോകാൻ. പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മാവ് ഇതെല്ലാം ഇങ്ങനെ കുതിർന്ന് എല്ലാം നല്ല പരിവായിട്ടിരിപ്പുണ്ട്. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കുവാണേ. മക്കളാരും എണീറ്റില്ല, അവരിവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ താമസിച്ച് എല്ലാവരും എണീക്കത്തുള്ളൂ. പുട്ട് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് അടുപ്പിൽ വെച്ച് തെർമൽ കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടാണ് പിന്നീട് വടിക്കുന്നത്. പുട്ടായി, ഈ പപ്പടം ഉണ്ടാക്കി. പയർ ഇത്രയും ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും പയറും പപ്പടവും റെഡിയായി. ഇനി കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ പിന്നെ അതും വെക്കണം. വേറെ കറിയൊന്നും വെക്കത്തില്ല ചിക്കൻ വെക്കുമ്പോഴത്തേക്കും. പിന്നെ എല്ലാവരും എണീറ്റ് വന്ന് കാപ്പിയൊക്കെ കുടിക്കും. വേറെ വിശേഷമൊന്നുമില്ല. നാളെ കാണാം.